ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഏറെക്കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാദമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളിലൊന്ന് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ പുതിയ രേഖകൾ പുറത്തുവന്നതോടെ ഈ വാദത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഔദ്യോഗിക രേഖകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ രേഖകൾ പ്രകാരം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ 36 റാഫേൽ യുദ്ധവിമാനങ്ങളും ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. എല്ലാ വിമാനങ്ങളും സേനയിൽ തുടരുന്നുണ്ടെന്നും അവയുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ പലതവണയും ഇന്ത്യയുടെ ഒരു റാഫേൽ വിമാനം തകർത്തു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. വിവിധ അന്താരാഷ്ട്ര വേദികളിലും മാധ്യമങ്ങളുമായി ഈ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഈ അവകാശവാദം തെളിയിക്കാൻ ആവശ്യമായ വ്യക്തമായ തെളിവുകൾ അവർ പുറത്തുവിട്ടിട്ടില്ല. വിമാനം തകർത്തുന്നതിന്റെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ മറ്റ് വിശ്വസനീയമായ വിവരങ്ങളോ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ രേഖകൾ പുറത്തുവന്നത്. ഫ്രാൻസിലെ വിമാന ഏജൻസി നിർമ്മാണ കമ്പനിയായ സഫ്രാൻ എയർക്രാഫ്റ്റ് ഏജൻസിയോട് ഒരു പ്രത്യേക സാങ്കേതിക പിന്തുണ പാക്കേജുമായി ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രേഖകളിലാണ് എല്ലാ 36 വിമാനങ്ങളും പ്രവർത്തന സജ്ജമാണെന്ന് വ്യക്തമാക്കുന്നത്. വിമാനങ്ങളുടെ ദീർഘകാല പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും സാങ്കേതിക പരിപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പിന്തുണയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സാധാരണയായി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇടയ്ക്കിടെ സാങ്കേതിക പരിശോധനകളും ഭാഗങ്ങളുടെ പരിപാലനവും ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് പുതിയ പിന്തുണാ സംവിധാനം ഒരുക്കുന്നത്. പുറത്തുവന്ന രേഖകൾ പ്രകാരം അടുത്ത 5 മാസത്തേക്കുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ കൈവശമുള്ള 36 റാഫേൽ വിമാനങ്ങളും ഈ കാലയളവിൽ സജീവമായി ഉപയോഗിക്കുമെന്നാണ് രേഖകളിൽ പറയുന്നത്. ഓരോ വിമാനവും ഒരു വർഷത്തിൽ ശരാശരി 150 മണിക്കൂർ പറക്കുമെന്നാണ് വ്യോമസേനയുടെ കണക്ക്. ഈ കണക്കുകൾ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അടുത്ത 5 മാസത്തിനുള്ളിൽ എല്ലാ റാഫേൽ വിമാനങ്ങളും ചേർന്ന് ഏകദേശം 2250 മണിക്കൂർ പറക്കും. അതായത് 36 വിമാനങ്ങളും നിലവിൽ പ്രവർത്തനക്ഷമമാണെന്നും സേനയുടെ ഭാഗമായിരുന്നു തന്നെ തുടരുന്നുണ്ടെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇന്ത്യയുടെ റാഫേൽ വിമാനം വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം വീണ്ടും ചർച്ചയാകുകയാണ്. ഒരു വിമാനം നഷ്ടമായിരുന്നുവെങ്കിൽ അത് വ്യോമസേനയുടെ ഔദ്യോഗിക കണക്കുകളിലും പരിപാലനം പദ്ധതികളിലും പ്രതിഫലിക്കേണ്ടതായിരുന്നു എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമസേനയിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ദൂരപരിധിയിലുള്ള മിസൈലുകളും മികച്ച ആക്രമണശേഷിയും ഈ വിമാനങ്ങളുടെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ റാഫേൽ വിമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ ഈ 36 റാഫേൽ വിമാനങ്ങൾ വാങ്ങിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ വിവിധ താവളങ്ങളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന ദൗത്യങ്ങളിൽ ഇവ പങ്കെടുത്തിട്ടുമുണ്ട്. ഇതിനൊപ്പം മറ്റൊരു പ്രധാന വിവരവും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇന്ത്യ കൂടുതൽ റാഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലുള്ള 36 വിമാനങ്ങൾക്ക് പുറമെ 114 പുതിയ റാഫേൽ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും. കൂടാതെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പുതിയ വിമാനങ്ങളിൽ വലിയൊരു പങ്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ രാജ്യത്തെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും വലിയ പ്രോത്സാഹനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിർമ്മാണം നടക്കുന്നതോടെ തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കാനും സാങ്കേതിക വിദ്യ രാജ്യത്തിനുള്ളിൽ വികസിക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം വിദേശ ആശ്രയത്വം കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യുന്നവയാണ്. എല്ലാ റാഫേൽ വിമാനങ്ങളും ഇപ്പോഴും സേവനത്തിലുണ്ടെന്ന ഇന്ത്യൻ വ്യോമസേനയുടെ കണക്കുകൾ ഈ വിഷയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അവകാശവാദങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾക്കും മാധ്യമ റിപ്പോർട്ടുകൾക്കും വിഷയമാകാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഔദ്യോഗിക രേഖകളും തെളിവുകളും തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. നിലവിലെ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയുടെ കൈവശമുള്ള 36 റാഫേൽ വിമാനങ്ങളും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ആയതിനാൽ റാഫേൽ വിമാനം വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ പഴയ അവകാശവാദം വീണ്ടും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതിരോധ മേഖലയിലെ നിരീക്ഷകർ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.